അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ തമിഴ്നാട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ പൊന്മുടിക്ക് 3 വർഷം തടവ്. പൊന്മുടിയും ഭാര്യയും 50 ലക്ഷം രൂപ പിഴ അടയ്ക്കണമെന്നും മദ്രാസ് ഹൈക്കോടതി. 2006-2011 കാലത്ത് ഉന്നത വിദ്യാഭ്യാസ ധാതു വകുപ്പ് മന്ത്രിയായിരിക്കെ അനധികൃത സ്വത്ത് സമ്പാദിച്ചെന്നാണ് കേസ്. DMK സംബന്ധിച്ച് ഏറെ തിരിച്ചടി നൽകുന്ന വിധി കൂടിയാണ്. ഇപ്പോഴും തങ്ങളുടെ നേതാക്കളാരും ഇതുവരെ അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നാണ് സ്റ്റാലിൻ നിരന്തരം പറയാറുള്ളത്. അതിനുള്ള വലിയ തിരിച്ചടി കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വിധി. ന്യൂസ് ഡെസ്കിൽ നിന്ന് മുഹമ്മദ് ഷാമോൻ ചേർന്നുണ്ട്. ഷാമോൻ, DMK സംബന്ധിച്ച് എത്രത്തോളം തിരിച്ചടി നൽകുന്ന വിധിയാണ്? പൊന്മുടി എന്ന് പറയുമ്പോൾ DMKയുടെ സുപ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മുതിർന്ന നേതാവ് കൂടിയാണ്. അത് മാത്രമല്ല, ഈ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് ഒരു ജനപ്രതിനിധിക്ക് പിഴശിക്ഷ കിട്ടിയാൽ പോലും ഈ അഴിമതി നിരോധന നിയമപ്രകാരം പിഴശിക്ഷ കിട്ടിയാൽ പോലും ഈ സ്ഥാനം റദ്ദ് ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ മന്ത്രിസ്ഥാനവും MLA സ്ഥാനവും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമോ? രേഷ്മ, തമിഴ്നാട് DMK സർക്കാരിന് കനത്ത തിരിച്ചടി നൽകുന്ന ഒരു വിധിയാണ് ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. 2006-11 കാലഘട്ടത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ധാതു വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ആ കാലത്ത് പൊന്മുടി അനധികൃത സ്വത്ത് സമ്പാദിച്ചു എന്നുള്ളതായിരുന്നു കേസ്. ഇത് കീഴ്ക്കോടതി കുറ്റവിമുക്തനാക്കിയ കേസാണ്. പിന്നീട് മദ്രാസ് ഹൈക്കോടതി സ്വമേധയാ കേസ് പുനഃപരിശോധിച്ചതിന് ശേഷമാണ് ഇപ്പോൾ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. 3 വർഷം ഉത്തരവ് വന്നിരിക്കുന്നത്. 3 വർഷം തടവും 50 ലക്ഷം രൂപയും പൊന്മുടിയും ഭാര്യയും നൽകണമെന്നാണ് ഇപ്പോൾ ഉത്തരവിലുള്ളത്. അതായത് ജനാധിപത്യ നിയമപ്രകാരം 1951 ജനാധിപത്യ നിയമത്തിലെ വകുപ്പ് 8(1) പ്രകാരം ഈ 2 വർഷത്തിലധികം ശിക്ഷ വന്നാൽ തന്നെ അയോഗ്യതയാവും. അപ്പോൾ നിലവിൽ 3 വർഷം തടവും 50 ലക്ഷം രൂപ പിഴയുമാണ് ഇവർക്ക് ചുമത്തിയിരിക്കുന്നത്. ഈ വിധി വരുന്നത് മുതൽ ഈ അയോഗ്യത പ്രാബല്യത്തിൽ വരും എന്നുള്ളൊരു വസ്തുത കൂടിയുണ്ട്. ശരി, മേൽക്കോടതിയെ സമീപിക്കാനുള്ള തീരുമാനങ്ങളുമായി DMK മുന്നോട്ട് പോകുന്നുണ്ടോ? നിയമ നടപടികൾ മുന്നോട്ട് സ്വീകരിക്കാൻ സംബന്ധിച്ചുള്ള ഉത്തരവ് നമുക്ക് മറുപടികളൊന്നും ഇപ്പോൾ അവിടെ നിന്ന് ലഭിച്ചിട്ടില്ല. എങ്കിൽ പോലും ഇന്നലെ തന്നെ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയപ്പോൾ തന്നെ ഗവർണർ RN രവി മന്ത്രിയെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകുന്ന ഒരു വ്യാജ വാർത്ത ഇന്നലെ പ്രചരിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം അത് രാജ്ഭവൻ പിൻവലിച്ചിരുന്നു. രേഷ്മ, ശരി, മന്ത്രി സെന്തിൽ ബാലാജി കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ വിചാരണ കാത്ത് ജയിലിൽ കഴിയുന്നതിനിടയിലാണ് ഇപ്പോൾ DMKക്ക് മറ്റൊരു രാഷ്ട്രീയപരമായ വലിയ തിരിച്ചടി കൂടി നൽകിക്കൊണ്ട് പൊന്മുടിക്കെതിരായ കേസിൽ ശിക്ഷ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് അഴിമതി നിരോധന നിയമപ്രകാരം ഒരു പിഴ ശിക്ഷ കിട്ടിയാൽ പോലും ഈ സ്ഥാനമാനങ്ങൾ റദ്ദാകുന്ന സാഹചര്യത്തിലേക്ക് വരും. അതുകൊണ്ട് DMKയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ നേരിട്ടിരിക്കുന്നത്. ഷാമോനാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.